നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ തൊടുപുഴയിൽ ഏകദിന ഉപവാസം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ 19ാമത് ഫൗണ്ടേഷൻ ഡേ ഓഗസ്റ്റ് 14 നടുക്കണ്ടം IMA ഹാളിൽ വെച്ച് ആഘോഷിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവരെ സഹായിക്കേണ്ടത് സഭയുടെ ദൗത്യമാണെന്നും ഇത്തരം ഉപവി പ്രവർത്തനങ്ങളിൽ സഭയുടെ മുഖമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നും കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. ഇടുക്കി ജില്ലാ ആസ്ഥാന പട്ടണമായി ചെറുതോണിയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാതി വഴിയിൽ പാളി. സർക്കാർ 5 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി ലക്ഷ്യമിട്ടത്. തൊടുപുഴ RC ഇലക്ട്രോസ്പേഴ്സിന്റെ ഭാഗമായി തുടങ്ങിയ പുതിയൊരു സംരംഭമായ R36S ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്റർസ്റ്റെല്ലാർ ലെഗസി 1 എന്ന നാമത്തിലാണ് ഈ ഓഡിയോ സിസ്റ്റം പുറത്തിറക്കുന്നത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപത്തായി ഏകദിന ഉപവാസ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 വരെയാണ് ഉപവാസ സമരം. ഇതിന്റെ ഭാഗമായി ഒപ്പ് ശേഖരണം നടത്തി പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കും. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, സിനിമാ താരം അശോകൻ, ഇമാം കൗൺസിൽ ചെയർമാൻ നൌഫൽ കൗസരി, മുതലക്കോട് സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ, സ്വാമി അയ്യപ്പദാസ്, ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി തുടങ്ങി സാംസ്കാരിക, സാമുദായിക, പത്രമാധ്യമ, റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കും. 50 വർഷത്തെ കാലാവധിയാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 130 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ജനങ്ങൾ വളരെ ആശങ്കയിലുമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ ഉപവാസ സമരം നടത്തുന്നതെന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ മർച്ചന്റ്സ് യൂത്ത് വിംഗ് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു സമരം, ഉപവാസ സമരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ മുദ്രാവാക്യം. അപ്പോൾ ആഗസ്റ്റ് 15 രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ്റെ മുൻപിൽ ആണ് ഞങ്ങളുടെ ഉപവാസ സമരം. അതിന് തൊടുപുഴയിലുള്ള വിവിധ പങ്കെടുക്കാൻ പറ്റിയ എല്ലാ സംഘടനകളും, ട്രാക്ക്, പ്രസ് ക്ലബ്ബ്, അതുപോലെ തന്നെ മറ്റ് ലയൺസ് ക്ലബ്ബ്, മോലക്കടം ലൈബ്രറി, അങ്ങനെ എല്ലാ സംഘടനകളും ഞങ്ങളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ശരിക്കും ഉദ്ഘാടനം എത്താമെന്ന് ഏറ്റിട്ടുള്ളത് നമ്മുടെ റസൽ ജോയി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ കേസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിനിമാ താരം അശോകൻ നമ്മളോട് താല്പര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്തും. ഇച്ചിരി താമസിച്ചാണെങ്കിൽ എത്താമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തൊടുപുഴയിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലാ നേതാക്കന്മാരെത്തും. അതുപോലെ വിദ്യാസാഗർ സാറ്, തൊടുപുഴയിലെ സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രമുഖരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം ഓരോ സമയത്ത് വന്ന് ആശംസ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപത്തായി നടത്തുന്ന ഏകദിന ഉപവാസ സമരം രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെയാണ്. ഇതിന്റെ ഭാഗമായി ഒപ്പ് ശേഖരണം നടത്തി പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കും. അഡ്വക്കേറ്റ് റസൽ ജോയ്, സിനിമാ താരം അശോകൻ, അഡ്വക്കേറ്റ് വിദ്യാസാഗർ, ബെന്നി ജോസഫ്, ജനപക്ഷം സന്തോഷ് വർഗീസ്, 2020 ജില്ലാ കോർഡിനേറ്റർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തോമസ് ഊട്ടി, ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, PM ബേബി, ഏകോപന സമിതി എറണാകുളം ജില്ലാ ട്രഷറർ അജ്മൽ തൊടുപുഴ, ഇമാം കൗൺസിൽ ചെയർമാൻ നൌഫൽ കൗസരി, മുതലക്കോടം പള്ളി വികാരി ഫാദർ ജോർജ് താനത്തുപറമ്പിൽ, സ്വാമി അയ്യപ്പദാസ്, MN ജയചന്ദ്രൻ, ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി തുടങ്ങി സാംസ്കാരിക, സാമുദായിക, പത്രമാധ്യമ, റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കും. എല്ലാ ജനങ്ങളുടെയും പിന്തുണ സമരത്തിന് നൽകണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, വർക്കിംഗ് പ്രസിഡന്റ് സാലി S മുഹമ്മദ്, ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽ P
ഇടികപ്പറമ്പിൽ, രക്ഷാധികാരി TN പ്രസന്നകുമാർ, നാസർ സൈറ, ഷെരീഫ് സർഗം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വെള്ളാള മഹാസഭ തൊടുപുഴ യൂണിയൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും യൂണിയൻ തെരഞ്ഞെടുപ്പും നടന്നു. തൊടുപുഴ മുതലിയാർമഠം ഹരിഹരാമൃത ഹാളിൽ നടന്ന യോഗം KVMS സംസ്ഥാന പ്രസിഡന്റ് N മഹേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് SA ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. KVMS സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള വെള്ളാള മഹാസഭ തൊടുപുഴ യൂണിയൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും യൂണിയൻ തിരഞ്ഞെടുപ്പും നടന്നു. തൊടുപുഴ മുതലിയാർമഠം ഹരിഹരാമൃതം ഹാളിൽ നടന്ന യോഗം KVMS സംസ്ഥാന പ്രസിഡന്റ് N മഹേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് തൊടുപുഴ ഇത്രയും നല്ലൊരു സമ്മേളനം നടത്താൻ കഴിഞ്ഞിട്ട് ഭാരവാഹി ആദ്യം മഹാസഭയ്ക്ക് അഭിവാദ്യം ചെയ്തു. അവർക്ക് എല്ലാവരും അവർക്ക് ഇത്രയും നല്ല സമ്മേളനം ഒരു യൂണിറ്റ് സമ്മേളനം ഇത്ര ആൾക്കാർ ഇന്ത്യ സംസ്ഥാന സമ്മേളനത്തിന് ആളുണ്ട്, നമ്മുടെ സഭയിലെ ആളുകളുണ്ട്. എല്ലാവരും പങ്കെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ അവസരം പോകണം. നമ്മൾ ഉപസഭയില്ലെങ്കിൽ മഹാസഭയില്ല, യൂണിയനില്ല, മഹാസഭയില്ലാത്ത ഉപസഭയുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ യൂണിയനും മഹാസഭയുടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. യൂണിയൻ പ്രസിഡന്റ് SA ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. KVMS സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉപസഭകൾക്കും സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദന ചടങ്ങും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി VS ഗോപാലകൃഷ്ണപിള്ള, മഹാസഭ ട്രഷറർ രാജീവ് തഴക്കര, സീനിയർ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ G, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KB സാബു, യൂണിയൻ ട്രഷറർ PS മുരളീധരൻ പിള്ള, യൂണിയൻ വൈസ് പ്രസിഡന്റ് ഹരിശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് VK സദാശിവൻ പിള്ള, സെക്രട്ടറി VS ഗോപാലകൃഷ്ണപിള്ള, ട്രഷറർ PS മുരളീധരൻ എന്നിവരടങ്ങുന്ന 19 അംഗ സംഘ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ 19ാമത് ഫൗണ്ടേഷൻ ഡേ ഓഗസ്റ്റ് 14-ന് നടുക്കണ്ടം IMA ഹാളിൽ വെച്ച് സമുചിതമായി ആഘോഷിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മ്യൂസിക്കൽ കോൺസെർട്ട് ഇൻടു ദ വുഡ്സ് എന്ന തീമിലാണ് ഈ വർഷം സംഘടിപ്പിക്കുന്നത്. സോണി TVയിലെ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ വിജയി ആവിർഭവ് ഉദ്ഘാടനം ചെയ്യും. PJ ജോസഫ് MLA മുഖ്യ അതിഥിയായി പങ്കെടുക്കും. നിരവധി പ്രമുഖരും പങ്കെടുക്കും. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ 19ാമത് ഫൗണ്ടേഴ്സ് ഡേ ഓഗസ്റ്റ് 14-ന് നടുക്കണ്ടം IMA ഹാളിൽ വെച്ച് സമുചിതമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മ്യൂസിക്കൽ കോൺസെർട്ട് ഇൻടു ദ വുഡ്സ് എന്ന തീമിലാണ് ഈ വർഷം സംഘടിപ്പിക്കുന്നത്. സോണി TVയിലെ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ വിജയി ആവിർഭവ് ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ MLA PJ ജോസഫ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഇൻടു ദ വുഡ്സ് എന്ന ഒരു ഇതാണ് പല കഥകൾ എടുത്ത് ഏകോപിപ്പിച്ച് അതൊരു കഥയാക്കി മാറ്റി അത് പിള്ളേർക്ക് വേണ്ടിയിട്ട് പിള്ളേരെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ പിള്ളേർ തന്നെയാണ്. ഞങ്ങളുടെ ഡാൻസ് ടീച്ചറും ആണ് ഇതിൻ്റെ പിന്നിലുള്ള ബ്രെയിൻ. അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ആവിർഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഒരു തിലകുറി നമുക്ക് പറയാം. അദ്ദേഹം ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ഇടുക്കി ജില്ല, ലോകത്തിന് തന്നെ ഒരു വരദാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു പ്രതിഭയാണ്, ഒരു പ്രോഡിജിയാണ്, മ്യൂസിക് പ്രോഡിജിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ കുഞ്ഞിനെയും കൂടെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവരുന്നുണ്ട്. ആവിർഭാവിനെ പോലെയുള്ള കുഞ്ഞുങ്ങളും നമ്മളുടെ സ്കൂളുകളിലും ഉണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തുന്നില്ല. അത് കണ്ടെത്താത്തതിൻ്റെ കാരണം ഞങ്ങൾ ടീച്ചേഴ്സും സ്കൂളും മാത്രമല്ല അതിന് ഉത്തരവാദി, പേരൻസുമാണ്. കാര്യം ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആ പേരൻറ്റിന് കുട്ടിയെ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടറാക്കുക എന്നുള്ളൊരിതാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ നല്ല ക്രിക്കറ്റേഴ്സ് ഉണ്ട്, നല്ല ഫുട്ബോളേഴ്സ് ഉണ്ട്, നല്ല പാട്ടുകാരുണ്ട്, നല്ല കലാകാരന്മാരുണ്ട്. അവരെയും കണ്ടെത്താൻ നമുക്ക് സഹായിക്കണം. അപ്പോൾ ആ ഒരു മെസ്സേജും കൂടെ പേരൻസിന് കൊടുക്കാനായിട്ടാണ് ആവിർഭവനെ ഞങ്ങൾ ഈ കൊല്ലം കൊണ്ടുവരാൻ തീരുമാനിച്ചതും അദ്ദേഹം ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു കൊണ്ടുവരാനും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ അദ്ദേഹം ഉണ്ടാവും. കഴിഞ്ഞ 19 വർഷങ്ങളായി വളരെ വ്യത്യസ്തവും പുതുമയേറുന്നതുമായ പരിപാടികൾ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ നടത്തിവരുന്നു. മ്യൂസിക്കൽ കോൺസെർട്ട് എന്ന പേരിൽ 2 വർഷമായി നടത്തിവരുന്ന പരിപാടിയിൽ ഒരു കുട്ടിയെപ്പോലും മാറ്റി നിർത്താതെ എല്ലാവർക്കും ക്ലാസുകൾ തിരിച്ച് അവസരം നൽകി വരുന്നുണ്ട്. ഈ വർഷം സ്കൂളിന്റെ 19ാമത് ഫൗണ്ടേഴ്സ് ഡേ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ഇൻടു ദ വുഡ്സ് എന്ന തീമിൽ ഒരു കൂട്ടം നാടോടി കഥകളുടെ സങ്കരമാണ് അവതരിപ്പിക്കുന്നത്. ഒരു സ്റ്റോറി ടെല്ലിംഗ് മാതൃകയിലാണ് മ്യൂസിക്കൽ കോൺസെർട്ട് സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 14-ന് നടുക്കണ്ടം IMA ഹാളിൽ വെച്ച് നടത്തുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സോണി TVയിലെ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ വിജയി ആവിർഭവ് നിർവഹിക്കും.
തൊടുപുഴ MLA PJ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ RK ദാസ്, പ്രിൻസിപ്പൽ സക്കറിയാസ് ജേക്കബ്, വൈസ് പ്രിൻസിപ്പൽ അനിൽകുമാർ M എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാട്ടാനശല്യം നേരിടുന്ന പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാഴ്ച മറയ്ക്കുന്ന അടിക്കാടുകൾ വെട്ടിനീക്കാൻ ആരംഭിച്ചു. റോഡിന് ഇരുവശത്തും കാട്ടാന നിന്നാൽ കാണാൻ കഴിയാത്ത വിധത്തിൽ കാട് കയറിയത് ഗതാഗതത്തിന് ഭീഷണിയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രികന് നേരെ ആന ആക്രമിച്ച സംഭവം ജനരോഷത്തിന് വഴിതെളിച്ചതോടെയാണ് വനം വകുപ്പ് ചേലമല VSS നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ റോഡിന് ഇരുവശവുമുള്ള അടിക്കാട് വെട്ടിനീക്കാൻ ആരംഭിച്ചത്. കാട്ടാനശല്യം നേരിടുന്ന പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാഴ്ച മറയ്ക്കുന്ന അടിക്കാടുകൾ വെട്ടിനീക്കാൻ ആരംഭിച്ചു. റോഡിന് ഇരുവശത്തും കാട്ടാന നിന്നാൽ കാണാൻ കഴിയാത്ത വിധത്തിൽ കാടു കയറിയത് ഗതാഗതത്തിന് ഭീഷണിയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രികന് നേരെ ആന ആക്രമിച്ച സംഭവം ജനരോഷത്തിന് വഴിതെളിച്ചതോടെയാണ് വനം വകുപ്പ് ചേലമല VSS നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ റോഡിന് ഇരുവശവുമുള്ള അടിക്കാട് വെട്ടിനീക്കാൻ ആരംഭിച്ചത്. പുന്നേക്കാട് മുതൽ തട്ടേക്കാട് പാലം വരെ 2 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡിന് ഇരുഭാഗത്തെയും കാട് വെട്ടേണ്ടത്. ആദ്യപടിയായി പുന്നേക്കാട് മാവിൻചുവട് മുതൽ കളപ്പാറ വരെ 1 കിലോമീറ്റർ ദൂരത്തിൽ ഇരുവശത്തും 15 മീറ്റർ വീതിയിൽ അടിക്കാട് VSS നേതൃത്വത്തിലാണ് വെട്ടിയത്. കുട്ടമ്പുഴ റേഞ്ചിലെ RRT അംഗങ്ങളും പങ്കെടുത്തു. ആനശല്യം രൂക്ഷമായി വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ കാട്ടുമൃഗശല്യവും വർദ്ധിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകടം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. സൈഡിലെ കാടുകൾ നല്ല രീതിയിൽ വെട്ടാത്തത് കൊണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൃത്യമായി ആനകളോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഇത് നമ്മൾ വനംവകുപ്പുമായി നിരവധി പ്രാവശ്യം പറഞ്ഞെങ്കിലും ഇവിടെ സാധാരണ എല്ലാ കൊല്ലവും വെട്ടുന്ന ഫയർ ലൈൻ മാത്രമാണ് വെട്ടുന്നത്. പക്ഷേ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു, ഫയർ ലൈൻ മാത്രം പോരാ, കാട്ടുമൃഗശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു 30 മീറ്റർ അപ്പുറം ഇപ്പുറയായിട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ ചെറുമരങ്ങൾ അടക്കം വെട്ടിക്കൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കാഴ്ച ഉണ്ടാകുന്ന രീതിയിൽ വെട്ടണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട DFO അടക്കം വരെ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ പൊതുജനങ്ങളും അതിനൊപ്പം തന്നെ വനംവകുപ്പ് VSS അടക്കമുള്ള ആളുകൾ സംയുക്തമായിട്ട് ഈ കാടുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൊതുജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാതെ ഇത് വനംവകുപ്പ് ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം. കൃത്യമായ ഒരു കൊല്ലത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും 30-60 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്ത വെട്ടി ആ ഒരു ക്ലിയറൻസെങ്കിലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, വൈസ് പ്രസിഡന്റ് ബീന റോജോ, പഞ്ചായത്ത് അംഗങ്ങളായ VK വർഗീസ്, ബേസിൽ ബേബി, പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോറസ്റ്റർ ദിവാകരൻ, VSS പ്രസിഡന്റ് ഏലിയാസ് പോൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവരെ സഹായിക്കേണ്ടത് സഭയുടെ ദൗത്യമാണെന്നും ഇത്തരം ഉപപ്രവർത്തനങ്ങളിൽ സഭയുടെ മുഖമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നും കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വിലങ്ങാടിനുള്ള പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നതിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ മടത്തിക്കണ്ടത്തിൽ. രൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട്, ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ, കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ, ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് തുടങ്ങി നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവരെ സഹായിക്കേണ്ടത് സഭയുടെ ദൗത്യമാണെന്നും ഇത്തരം ഉപപ്രവർത്തനങ്ങളിൽ സഭയുടെ മുഖമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നും കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വിലങ്ങാടിനുള്ള പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പിതാവ്. ഈ പ്രവർത്തനം നമുക്ക് തീർച്ചയായിട്ടും പിന്നീടും ഇതുപോലുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് വരാനുള്ള ഒരു പ്രേരക ശക്തി കൂടിയാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. സഭയോടൊത്ത് സഭയുടെ ഉപപ്രവർത്തനങ്ങളിൽ ഏറെ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവരാജ്യ പ്രഘോഷണത്തിന് വലിയൊരു സാക്ഷ്യമാണ്. ദൈവരാജ്യം പ്രഘോഷിക്കുവാനുള്ള ഒരു സാക്ഷ്യം അതിന് ഇടയായി തീരട്ടെ. പ്രത്യേകിച്ച് സണ്ണി കടുത്താഴയുടെ നേതൃത്വത്തിലുള്ള ഈ ദീപങ്ങളെല്ലാവരെയും, അവരുടെ പേര് പറയുന്നില്ല, എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ശുശ്രൂഷ വഴിയായിട്ട് ഒരു ശുശ്രൂഷയാണ്, ഇതുവഴിയായിട്ട് കഷ്ടപ്പെടുന്നവർക്ക്, വേദനിക്കുന്നവർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതഭൂമിയിൽ സഹായം എത്തിക്കുന്നത് ഒരു ദൈവിക ശുശ്രൂഷയാണെന്നും പിതാവ് ഓർമ്മിപ്പിച്ചു. വിലങ്ങാടിന് ഒരു കൈത്താങ് പദ്ധതിയിൽ കത്തോലിക്ക കോൺഗ്രസ് 13 ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായം നൽകും. കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് 7 ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായമാണ് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത നൽകുന്നത്. ബെഡുകൾ, പാത്രങ്ങൾ, സ്റ്റൗ, മിക്സി, പ്രഷർ കുക്കർ,
വസ്ത്രങ്ങൾ മുതലായവയാണ് നൽകുന്നത്. തൊടുപുഴ ലൂണാർ കമ്പനി 600 ജോഡി ചെരുപ്പും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വാഹനവും നൽകുകയുണ്ടായി. ചൂരൽമലയിലും വിലങ്ങാടും വീട് നഷ്ടമായവരിൽ ഏറ്റവും അർഹരായ 3 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും വിദേശ മലയാളി കൂട്ടായ്മയുടെ സഹായത്തോടെ നൽകും. രൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട്, ചാൻസലർ ജോസ് കുളത്തൂർ, കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ, ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ, ഫാദർ ജോൺ മറ്റപ്പിള്ളിൽ, ലൂണാർ MD ജൂബി ഐസക് കൊട്ടുകാപ്പിള്ളിൽ, ജനറൽ സെക്രട്ടറി മത്തച്ചൻ കളപ്പുരയ്ക്കൽ, ട്രഷറർ അഡ്വക്കേറ്റ് തമ്പി പിട്ടാപ്പള്ളി, സി ജോൺസി MSJ, ജോർജ് മങ്ങാട്ട്, ജിജി പുളിക്കൽ, ഷൈജു ഇഞ്ചക്കൽ, അബി കാഞ്ഞിരപ്പാറ, ബേബിച്ചൻ നിതീരിക്കൽ, ജോർജ് കുര്യാക്കോസ്, റോജോ ജോൺ, ബിജു വെട്ടിക്കുഴ, ബിനോയ് പള്ളത്ത്, ജോൺസൺ കറുകപ്പിള്ളിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി ജില്ലാ ആസ്ഥാന പട്ടണമായി ചെറുതോണിയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാതി വഴിയിൽ പാളി. സർക്കാർ 5 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി ലക്ഷ്യമിട്ടത്. എന്നാൽ പദ്ധതി പ്രദേശത്തെ പാറ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഖനനം ചെയ്ത് മാറ്റുന്നതിന് വൈദ്യുതി ബോർഡ് തടസ്സം ഉന്നയിച്ചതോടുകൂടിയാണ് പദ്ധതി നിലച്ചത്. സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കരാറുകാരനെ വിലയിടാക്കുന്ന രീതിയെന്നും ആരോപണം ശക്തം. ചെറുതോണി ടൗൺ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് വരെയും റോഡിന്റെ വീതി കൂട്ടിയും വിശ്രമ കേന്ദ്രങ്ങളും കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെയും നിർമ്മിച്ച് മോടിയാക്കുന്നതിനാണ് സർക്കാർ 5 കോടി രൂപ അനുവദിച്ചത്. ഇതേ തുടർന്ന് ചെറുതോണി ടൗണിന്റെ തിട്ടയിടിച്ച് മണ്ണ് നീക്കം ചെയ്തും പിന്നീട് പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തായി റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം പാതി വഴിയിൽ നിലച്ചിട്ട് മാസങ്ങളേറെയായി. ടൗണിൽ മണ്ണ് നിൽക്കുന്ന സ്ഥലത്തെ പാറ പൊട്ടിച്ചു മാറ്റുന്നത് കരാർ നൽകിയിരുന്നു. എന്നാൽ കരാറുകാരൻ ഇവിടെ പാറ പൊട്ടിച്ചു നീക്കാൻ തുടങ്ങിയതോടെ KSEB ഇവിടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മലയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതാണ് തടഞ്ഞത്. ഇതേ തുടർന്ന് പാറ അറുത്തുമാറ്റുന്നതിന് നിശ്ചയിച്ചു. എന്നാൽ ഇതിന് വൻ തുക അധിക ചെലവ് വേണ്ടിവരും. ഈ തുക നൽകുവാൻ സർക്കാർ തയ്യാറാകാത്തതും കരാറുകാരന് നിർമ്മാണം നടത്തിയതിന്റെ പാട്ട് ബില്ല് മാറി നൽകാത്തതും ആണ് നിർമ്മാണം നൽകുവാൻ കാരണം. ജില്ലാ ആസ്ഥാന പട്ടണമായ ചെറുതോണിയിൽ സൗന്ദര്യവൽക്കരണമെന്ന പറഞ്ഞതിൻ്റെ പേരിൽ 10 കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ് അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കോ മറ്റ് അതുപോലെ തന്നെ അവിടെ ടാക്സി വാഹനങ്ങൾക്കോ ഒരു സൗകര്യമൊരുക്കാതെ ചില തൽപര കക്ഷികൾക്ക് വേണ്ടി കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ചെറുതോണിയുടെ ഒരു വികസനവും നടത്താതെ കോടിക്കണക്കിന് രൂപ വാർത്തകളിലും അല്ലെങ്കിൽ പേപ്പറിലും പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ബില്ല് മാറിയെടുക്കുന്ന സമ്പ്രദായമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ചെറുതോണിയിൽ നടക്കുന്നത്. 10 കോടി രൂപ ചെറുതോണി പട്ടണത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനവും നടത്താതെ ചെറുതോണിയിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് ഒന്ന് മൂത്രമൊഴിക്കുന്നതിനുള്ള ഒരു മൂത്രപ്പുര പോലും സജ്ജീകരിക്കാതെ 10 കോടി രൂപ ഇതിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയതെന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അടിയന്തരമായി നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ചെറുതോണിയുടെ അടിസ്ഥാന വികസനത്തിനും ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരമാവുകയുള്ളൂ. സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കരാറുകാരനെ ബലിയാടാക്കുന്ന സമയമാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട്. പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട്. പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കും. ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കണം. ഇതിനായി ഉദ്യോഗസ്ഥതല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും. സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും. അനാവശ്യ ഭീതി പരത്തുന്ന വ്ളോഗർമാരെ നിയന്ത്രിക്കും. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് 2367 ഇന്ന് മുല്ലപ്പെരിയാർ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഇടുക്കി ഡാമിൻ്റെ റൂട്ട് കർവ് പ്രകാരം നോക്കുകയാണെങ്കിൽ 2386.8 വരെ പോകും. ഏതാണ്ട് 20 അടിയുടെ വ്യത്യാസം റൂട്ട് കർവ് പൊസിഷനിലേക്ക് വരാനായിട്ടുണ്ട്.
2403 മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഡാമിനെ സംബന്ധിച്ചിടത്തോളവും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം, ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നാൾ വരികൾ എടുത്തു നോക്കും, ഇപ്പോൾ കേസ് അവിടെ നിൽക്കുന്നു. സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവും സ്റ്റേറ്റും അവിടെ യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല, ഇത് കാലങ്ങൾക്ക് മുമ്പുള്ളൊരു എഗ്രിമെൻറ്റാണ്. അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള കമൻറ്റും സുപ്രീം കോടതി പറഞ്ഞു. എന്നിട്ട് 8 ആഴ്ച സമയം കൊടുത്തിരിക്കുക. അടുത്ത 30-ാം തീയതി ഇതിന്മേൽ വാദം കേൾക്കുക. നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസ് നടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം. പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ്. നമ്മുടെ ബോർഡർ സെക്ടറി മാത്രമല്ല, നമ്മുടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനുദിന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന, ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നൊരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖലയെല്ലാം ഉണ്ട്. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസേൺഡ് ഡാം ഉണ്ടാകണം. ഇത് മാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത്, അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് കോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിന് എങ്ങനെ നീങ്ങാൻ പറ്റും, ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും. സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടർ യോഗം ചുമതലപ്പെടുത്തി. പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും. വണ്ടിപ്പെരിയാറിൽ വാഴൂർ സോമൻ MLA-യുടെ അധ്യക്ഷതയിലാകും യോഗം ചേരുക. ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു. ഡീൻ കുര്യാക്കോസ് MP, MLA-മാരായ വാഴൂർ സോമൻ, A. രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ADMP ജ്യോതി, മറ്റ് ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ RC ഇലക്ട്രോസ്പേസിൻ്റെ ഭാഗമായി തുടങ്ങിയ പുതിയൊരു സംരംഭമായ R36 ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ ലെഗസി 1 എന്ന നാമത്തിലാണ് ഈ ഓഡിയോ സിസ്റ്റം പുറത്തിറക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഹൈ എൻഡ് ഓഡിയോ സിസ്റ്റമായ ഇത് സ്വന്തമായി നിർമ്മിച്ചിരിക്കുകയാണ് തൊടുപുഴ RC ഇലക്ട്രോസ്പേസിൻ്റെ ഉടമയായ റോണി തോമസിൻ്റെ മകൻ റിച്ചു റോണി മണിമല. തൊടുപുഴ RC ഇലക്ട്രോസ്പേസിന്റെ ഭാഗമായി തുടങ്ങിയ പുതിയൊരു സംരംഭമായ R36 ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്റർസ്റ്റെല്ലർ ലെഗസി 1 എന്ന നാമത്തിലാണ് ഈ ഓഡിയോ സിസ്റ്റം പുറത്തിറക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഹൈ എൻഡ് ഓഡിയോ സിസ്റ്റമായ ഇത് സ്വന്തമായി നിർമ്മിച്ചിരിക്കുകയാണ് തൊടുപുഴ RC ഇലക്ട്രോസ്പേസിന്റെ ഉടമയായ റോണി തോമസിന്റെ മകൻ റിച്ചു റോണി മണിമല. റിച്ചു ഒരു സൗണ്ട് എഞ്ചിനീയർ കൂടിയാണ്. UK-യിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ശേഷം റിസർച്ചിന്റെ ഭാഗമായാണ് സ്വന്തമായി ഈ ഓഡിയോ സിസ്റ്റം കണ്ടുപിടിച്ചത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റിച്ചു. ഞാൻ ഒരു ഓഡിയോ എഞ്ചിനീയറാണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പഠനം കഴിഞ്ഞിട്ട് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഓഡിയോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഇൻഡസ്ട്രിയൽ ലെഗസി 1 എന്നാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ യുണീക്കായിട്ടുള്ള ഒരു സ്പീക്കർ ഡിസൈനാണ് മൊത്തം വരുന്നത്. പിന്നെ ഇതിൻ്റെ ആംപ്ലിഫയർ വരുമ്പോൾ ക്ലാസ് A സീരീസിലാണ് ചെയ്തേക്കുന്നത്. എല്ലാം മോണോബ്ലോക്ക് സിസ്റ്റമാണ്. നമ്മുടെ സിസ്റ്റം വരുന്നത് ഒരു ഹൈ എൻഡ് ലിസണേഴ്സിനാണ് മെയിനായിട്ട് ചെയ്തേക്കുന്നത്. വളരെ ക്ലാരിറ്റി ആയിട്ടുള്ള രീതിയിലെ ഓഡിയോ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ഈ വരുന്ന 15-ഉം 16-ാം തീയതിയും തൊടുപുഴ ആദം സ്റ്റാർ KSSI-യുടെ ഒരു യൂണിറ്റ് റൂമുണ്ട്. അവിടെ വെച്ചായിരിക്കും നമ്മുടെ ഡെമോ സെഷൻ ചെയ്യുന്നത്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെയുണ്ട്. അപ്പം സൗണ്ടിനോട് താല്പര്യമുള്ള എല്ലാവരും ഇൻവൈറ്റഡ് ആണ്. നിലവിൽ 250-300 സ്ക്വയർ ഫീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. കസ്റ്റമറിന്റെ ബഡ്ജറ്റ് അനുസരിച്ചും ചെയ്തെടുക്കാൻ സാധിക്കും. തികച്ചും ഒരു ഹൈഫൈ യൂണിറ്റാണിത്. പൂർണ്ണമായും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള തടി നിർമ്മിതമാണ്. ക്ലാസ് A മോണോബ്ലോക്ക് ആംപ്ലിഫയറുകളാണ്. വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു സോളിഡ് സ്റ്റേറ്റ് സ്വഭാവമാണ് ഇതിനുള്ളത്. ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഇത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതിന്റെ ഇൻസ്റ്റാളേഷനും ട്യൂണിങ്ങും നേരിട്ട് ചെന്ന് ചെയ്തു കൊടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച പാറമട ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ
ഉടൻ അടച്ചുപൂട്ടണമെന്ന് വായനശാല ഹാളിൽ ചേർന്ന പ്രദേശവാസികളുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മ്രാല പള്ളി വികാരി ഫാദർ ജേക്കബ് പല്ലോന്നിയിൽ ആവശ്യപ്പെട്ടു. ജനകീയ സമരസമിതി ചെയർമാൻ എൻ വിനോദ് കുമാർ കാവുംബ്രായിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കരിങ്കുന്നം പഞ്ചായത്തിലെ 2-ാം വാർഡിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച പാറമട ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ ഉടൻ അടച്ചുപൂട്ടണമെന്ന് വായനശാല ഹാളിൽ ചേർന്ന പ്രദേശവാസികളുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാല പള്ളി വികാരി ഫാദർ ജേക്കബ് പല്ലോന്നിയിൽ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെയായിട്ട് നമ്മുടെ വഴികളിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകള്, മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും നമുക്ക് ന്യായമായിട്ടും സംരക്ഷണം ആവശ്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ടുള്ള ഒരു അവകാശമാണല്ലോ. അപ്പൊ അത് സുരക്ഷിതമാക്കിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ന്യായമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ പൊതു പ്രശ്നം തന്നെയാണ്, ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ സംജാതമായിരിക്കുക. ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ പൊതുവായിട്ട് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒരു ഗൗരവതരമായിട്ടുള്ള പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടില്ല, ഇതിലേക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ തീർച്ചയായിട്ടും എന്നോടത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് തയ്യാറാണ്. പക്ഷെ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനെ കുറച്ചുകൂടി ഒരു വിശാലമായ അർത്ഥത്തിൽ കാണേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ധാരണ എന്ന് പറയുക, വികസനം എന്ന് പറയുന്നത് നമ്മുടെ വസ്തുക്കള് അത് എപ്പോഴും നമുക്ക് മാക്സിമം ഉപയോഗിക്കുമ്പോഴാണ് വികസനം അതിന്റെ പൂർണ്ണതയിലേക്ക് വരിക എന്നൊരു മിഥ്യാധാരണ ഒരു പക്ഷേ പൊതുസമൂഹത്തെ പിടിച്ചിട്ടുണ്ട്. ജനവാസ കേന്ദ്രത്തിൽ ആരംഭിച്ച പാറമടയുടെ നിയന്ത്രണം വിട്ട പ്രവർത്തനങ്ങളിലൂടെ അനേകം വീടുകൾക്കും പഞ്ചായത്ത് റോഡിനും കുടിവെള്ള പൈപ്പ് ലൈനും തകരാർ സംഭവിച്ചു. 2 പള്ളികൾ, സെന്റ് പീറ്റേഴ്സ് UP സ്കൂൾ, മഠം, 3 വാർഡുകളിലേക്ക് ജലവിതരണം നടത്തുന്ന കുടിവെള്ള ടാങ്ക്, ഹെൽത്ത് സെന്റർ, മുമ്പ് ഉരുൾപൊട്ടിയിട്ടുള്ള ഇല്ലിചാരിമല തുടങ്ങിയവ SN ഗ്രാനൈറ്റ്സ് എന്ന പാറമടയുടെ ഉഗ്രസ്ഫോടനത്തിന്റെ ഫലമായി തകർച്ചയുടെ ഭീഷണിയിലാണ്. SN ഗ്രാനൈറ്റ്സ് അടച്ചുപൂട്ടു. വീടുകളും പാറമടയും തമ്മിലുള്ള ദൂരപരിധി കുറഞ്ഞത് 1000 മീറ്റർ അഥവാ 1 കിലോമീറ്റർ ആയി ഉയർത്തുക. പഞ്ചായത്തിൽ സംരംഭം ആരംഭിക്കാൻ അനുമതി തേടുമ്പോൾ NOC കൊടുക്കുവാനുള്ള പൂർണ്ണ അധികാരം ഗ്രാമപഞ്ചായത്തിൽ നിക്ഷിപ്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുവാനും ഇതിനു മുന്നോടിയായി ഈ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി ഭീമഹർജി തയ്യാറാക്കി അധികാരികൾക്ക് നൽകുവാനും കൺവെൻഷനിൽ തീരുമാനിച്ചു. ജനകീയ സമരസമിതി ചെയർമാൻ എൻ വിനോദ് കുമാർ കാവുംബ്രായിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ്, വൈസ് പ്രസിഡന്റ് ടിൻഡു ജോസ്, PTA പ്രസിഡന്റ് ദിലീപ് കുമാർ, മത്തച്ചൻ പുരയ്ക്കൽ, കൺവീനർ ഷിജോ അഗസ്റ്റിൻ, ജിയോ ജോസ്, ഷിബി കുര്യൻ, ജോസ് പച്ചിക്കര, തോമസ് തെരുവേൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ വീക്ഷണം പാഠശാല ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു ഉൾപ്പെടെ നിരവധി പേരുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബേബി തോമസ് ഉദ്ഘാടനം ചെയ്തു. പത്രം സ്പോൺസർ ചെയ്ത അബുദാബി ഇൻകാസ് സ്റ്റേറ്റ് ട്രഷററും അബുദാബി മലയാളി സമാജം ചീഫ് കോർഡിനേറ്ററുമായ സാബു അഗസ്റ്റിൻ പത്രം വിദ്യാർത്ഥികൾക്ക് കൈമാറി. വീക്ഷണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് AN ദിലീപ് കുമാർ, അധ്യാപകനായ ജെയ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ ലൈബ്രറിയിലും അതുപോലെ തന്നെ വായനാ മുറിയിലും ഇരുന്ന് പത്രം വായിക്കാൻ സാധിക്കും. മറ്റ് ഏതൊരു പത്രത്തോടും ഇടപെടിക്കുന്ന തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ എഡിറ്റോറിയൽ, അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി വായിച്ചു നോക്കേണ്ടത്. സാധാരണ വാർത്തകൾ നമുക്ക് എവിടെയെങ്കിലും കിട്ടും, സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടും, മൊബൈലിൽ കിട്ടും. പക്ഷെ അതിന്റെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഏത് പത്രത്തിന്റെയും ധർമ്മം എഡിറ്റോറിയലാണ്. ആ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹനീയമായ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക, അങ്ങനെ വായിച്ച് വളരുക. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലേ, വായിച്ച് വളരണം. വായിച്ചില്ലേ ആരാ പറഞ്ഞേക്കുന്നേ? ഞാന് ഇങ്ങനെ പറഞ്ഞിട്ടു തുടങ്ങുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസംഗമല്ല നടത്തുന്നത്. ഞാൻ ഒരു അധ്യാപകനായിരുന്നു. ഏതാണ്ട് 31 വർഷക്കാലം ഇവിടെ സമീപത്തെ ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഒരു 10 വർഷമായി മാറി. അപ്പോൾ അത് ഇങ്ങനെ ക്ലാസ്സിൽ കുട്ടികളെ കാണുമ്പോൾ ആ പഴയ ഒരു അധ്യാപനത്തിന്റെ ഒരു ശൈലിയും
അല്ലെങ്കിൽ ആ കുട്ടികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ രീതിയും ഓർമ്മ വരുന്നതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ അല്പം നീണ്ടുപോയി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പാഠശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളത്തെ വാഗ്ദാനങ്ങളായിട്ട് മാറുക, നമ്മളൊക്കെ കാണപ്പെടുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലി തിരഞ്ഞെടുക്കട്ടെ. എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇങ്ങനെ സാഹചര്യം ഒരുക്കി തന്ന വീക്ഷണത്തിന്റെ മാന്യതയോടും നമുക്ക് കിട്ടിയ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന കോൺഗ്രസിന്റെ കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ പി തോമസ് സാറിന് ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ എൻ്റെ അയൽവാസിയായ ശ്രീ ജസ്റ്റിസ് സാറ്, അധ്യാപകൻ ജസ്റ്റിസ് സാറ്, എല്ലാ രംഗങ്ങളിലും വളരെ പ്രാഗൽഭ്യമായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ ജസ്റ്റിസ് സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കുമാരമംഗലം MKNM സ്കൂളിൽ 2024-25 അധ്യയന വർഷം കുട്ടികൾക്കായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതായി സ്കൂൾ മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനു മുന്നോടിയായി പദ്ധതികളെക്കുറിച്ച് വിശദീകരണം നടത്തുന്നതിന് വേണ്ടി വെങ്ങല്ലൂർ ഷെറോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് മാതാപിതാക്കൾക്കായി ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ യോഗം നടത്തി. പ്രധാനമായും UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കുമാരമംഗലം MKNM സ്കൂളിൽ ഈ വർഷം നടപ്പിലാക്കാൻ പോകുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരണം നടത്തുന്നതിന് വേണ്ടി വെങ്ങല്ലൂർ ഷെറോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് മാതാപിതാക്കൾക്കായി യോഗം സംഘടിപ്പിച്ചു. പ്രധാനമായും UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സൗജന്യ അബാക്കസ് പരിശീലനമാണ് അതിൽ ഏറ്റവും മുഖ്യം. സ്കൂൾ മാനേജ്മെന്റ് ഒരു കുട്ടിക്ക് 2050 രൂപ വീതം വിനിയോഗിച്ച് 300ഓളം കുട്ടികൾക്ക് അബാക്കസ് പരിശീലനം നൽകി വരുന്നു. കഴിഞ്ഞ 17 വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന SMA അബാക്കസുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂളിൽ 5 മുതൽ 7 വരെ ക്ലാസ്സുകൾ നടപ്പാക്കുന്ന അബാക്കസ് പരിശീലനമാണ്. അബാക്കസ് പരിശീലനം ഗണിതക്രിയകൾ എളുപ്പമാക്കുന്നതിനും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആയാസരഹിതമായി ഗണിതം കൈകാര്യം ചെയ്യാനും സഹായിക്കും. അതിലൂടെ കുട്ടികളുടെ മാനസികമായ ബൗദ്ധികമായ വലിയൊരു വികാസം നടക്കും. അങ്ങനെ ഒരു വികാസം നടന്നു കഴിഞ്ഞാൽ അത് സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങി ലോജിക്കൽ യുക്തിചിന്ത ആവശ്യമായ എല്ലാ വിഷയങ്ങളും കുട്ടിക്ക് വളരെ അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിയും. അതാണ് അബാക്കസിൻ്റെ ബൃഹത്തായ ലക്ഷ്യം. ഇതിന് ഒരു കുട്ടിക്ക് 2050 രൂപ ഫീസുണ്ട്. അങ്ങനെ UP വിഭാഗത്തിലുള്ള 300ഓളം കുട്ടികൾക്കാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി തികച്ചും സൗജന്യമായി 1 രൂപ പോലും കുട്ടിയിൽ നിന്ന് വാങ്ങുന്നില്ല. അപ്പം അങ്ങനെ ഏകദേശം 6 ലക്ഷത്തോളം രൂപ ചിലവുള്ള ഒരു ബൃഹത് പദ്ധതിയാണ്. അത് ഈ വർഷം മാത്രമാണ് ഈ 2000 രൂപ. അടുത്ത വർഷം വേറെ 2000 രൂപ. എത്ര കാലം കുട്ടികളോട് പഠിക്കുന്നു ആ കുട്ടികൾക്ക് തികച്ചും സൗജന്യമായാണ് ഈ സേവനം നൽകുന്നത്. ഇതിനു പുറമെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, കൗൺസിലിംഗ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് വിഷയങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി രാവിലെ 8:15 മുതൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ഇവർക്കായി പ്രഭാത ഭക്ഷണവും സ്കൂളിൽ നിന്ന് തന്നെ നൽകുന്നുണ്ട്. വ്യത്യസ്തവും പുതുമയാർന്ന നിരവധി പദ്ധതികളാണ് കുട്ടികളുടെ ഭാവിയെ കരുതി കുമാരമംഗലം MKNM സ്കൂൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ HM സാബിൻ, PTA ഭാരവാഹി PG ജയകൃഷ്ണൻ, അധ്യാപകൻ സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെയും അശ്രദ്ധമായ വാഹന ഡ്രൈവിംഗുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കായി കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. റോഡുകളിൽ പൊലിയുന്ന ജീവിതങ്ങളെ ഓർമ്മപ്പെടുത്തി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും റോഡിൽ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് തൊടുപുഴ ട്രാഫിക് വിഭാഗം സബ് ഇൻസ്പെക്ടർ ജീമോൻ അഗസ്റ്റിൻ ക്ലാസ് നയിച്ചു. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെയും അശ്രദ്ധമായ വാഹന ഡ്രൈവിംഗുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കായി കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. റോഡുകൾ പൊലിയുന്ന ജീവിതങ്ങളെ ഓർമ്മപ്പെടുത്തി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും റോഡിൽ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് തൊടുപുഴ ട്രാഫിക് വിഭാഗം SI ജീമോൻ അഗസ്റ്റിൻ ക്ലാസ് നയിച്ചു. പഞ്ചായത്തിന്റെ വിപുലീകരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിന്റെ വേഗത കൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് നേരത്തില്ല. നമ്മുടെ നടന്നു പോകുന്നേക്കാളും ഓടിപ്പോകുന്നേക്കാളും വേഗത്തിൽ സമയം ലാഭിച്ചുകൊണ്ട് ആ സ്ഥലത്ത് നമുക്ക് എത്താൻ കഴിയും. ഇല്ലേ? നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ സംഭവിക്കുന്നെന്താ? ഇപ്പൊ ഞാനിപ്പോഴും സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം.
അപ്പുറമുള്ള കേൾക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാ? എന്റെ ഇന്ദ്രിയത്തിന്റെ പരിമിതിയാണ്. എന്റെ ഇന്ദ്രിയത്തിന്റെ പരിമിതിയാണ്. എനിക്ക് ഇത്ര മാത്രമേ അതിന്റെ ഫലം പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. ആ ഫലം വായുവിലൂടെ സഞ്ചരിച്ച് ഇത്ര അകലെയുള്ളവർക്ക് മാത്രമേ ശ്രമിക്കാൻ കഴിയുള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഫോൺ മുഖാന്തരം വന്ന ടെക്നോളജി ഫോണ്. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് NSS സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് റെൻസി ജോൺസൺ സ്വാഗതവും NSS വോളണ്ടിയർ ആര്യ മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ തൊടുപുഴയിൽ ഏകദിന ഉപവാസം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ 19ാമത് ഫൗണ്ടേഷൻ ഡേ ഓഗസ്റ്റ് 14 നടുക്കണ്ടം IMA ഹാളിൽ വെച്ച് ആഘോഷിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവരെ സഹായിക്കേണ്ടത് സഭയുടെ ദൗത്യമാണെന്നും ഇത്തരം ഉപവി പ്രവർത്തനങ്ങളിൽ സഭയുടെ മുഖമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നും കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. ഇടുക്കി ജില്ലാ ആസ്ഥാന പട്ടണമായി ചെറുതോണിയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാതി വഴിയിൽ പാളി. സർക്കാർ 5 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി ലക്ഷ്യമിട്ടത്. തൊടുപുഴ RC ഇലക്ട്രോസ്പേഴ്സിന്റെ ഭാഗമായി തുടങ്ങിയ പുതിയൊരു സംരംഭമായ R36S ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്റർസ്റ്റെല്ലാർ ലെഗസി 1 എന്ന നാമത്തിലാണ് ഈ ഓഡിയോ സിസ്റ്റം പുറത്തിറക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.